ഹൈഡാ. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കാൻ പോകുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ 10th പ്രിലിംസിൽ അടക്കം ചോദിക്കാൻ സാധ്യതയില്ല, ദേവസ്വം ബോർഡ് പരീക്ഷയിൽ അടക്കം ചോദിക്കാൻ സാധ്യതയുള്ള, ഇനി ചിലപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി പ്രിലിംസിൽ കൂടി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ നമുക്ക് നേരെ നടക്കാം, ഇതിലേക്ക് കടക്കാം. അതായത് ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ടേ, നോക്കുക. ഇങ്ങനെയാണ് ആ ചോദ്യം: താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏതാണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏതാണ് എന്നാണ്. ഇതില് പടിഞ്ഞാറ് ഏതാണ്, കിഴക്കൻ തീരസമതലം ഏതാണ് എന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റൂ. പടിഞ്ഞാറൻ തീരസമതലം ഏതാണ് നോക്കാം. ഓപ്ഷൻ: സുന്ദരവന പ്രദേശം, കോറമണ്ഡൽ തീരസമതലം, വടക്കൻ സിർക്കാർ തീരസമതലം, കൊങ്കൺ തീരസമതലം എന്നിങ്ങനെയാണ് ഉള്ളത്. ഇതിൽ ഏതാണ് ഉത്തരം? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൊങ്കൺ തീര സമതലമാണ്. കൊങ്കൺ തീര സമതലമാണ്. നമുക്കിത് വിശദമായി പഠിക്കാം. ഒരു ചോദ്യം കൂടെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നോക്കാം. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഒന്ന് ഇങ്ങനെയാണ്: അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 2, താരതമ്യേന വീതി കുറവ്. 3, ഡെൽറ്റകൾ കാണപ്പെടുന്നു. 4, സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇത് ഉത്തര ഓപ്ഷൻ നോക്കാം. 1, 3, 3, 4, 1, 2 എല്ലാം ശരിയാണ് എന്നതാണ് ഇതിന്റെ ഒരു ഓപ്ഷനായി തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ്? ഇത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും, അതായത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും കൃത്യമായി അറിഞ്ഞിരുന്നാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ആ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഉത്തരം നോക്കാം. നമുക്കറിയാം, കിഴക്കൻ, നമുക്കൊരു ഔട്ട്ലൈൻ മാപ്പ് പോലെ ചെറുതായിട്ടൊന്ന് വരക്കാം. ഇത് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ ഭാഗമാണെന്ന് കരുതുക. ഇതിൽ ഏതാണ് കിഴക്ക്, ഏതാണ് പടിഞ്ഞാറ്? കിഴക്കെന്ന് പറയുന്നത് ഇവിടെയല്ലേ? ഇതല്ലേ കിഴക്ക്? ഇതല്ലേ പടിഞ്ഞാറ്? അല്ലേ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇത് പടിഞ്ഞാറൻ തീരസമതലവും ഇത് കിഴക്കൻ തീരസമതലവും അല്ലേ? ആണടാ, അങ്ങനെയാണ്. ഇത് കിഴക്കൻ തീരസമതലവും ഇത് പടിഞ്ഞാറൻ തീരസമതലവും. അപ്പൊ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെടുമ്പോൾ ഇവിടെയാണ്. ഇവിടെ നമുക്കറിയാം എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. ഇവിടെ ബംഗാൾ ഉൾക്കടലാണ് എന്ന് നമുക്കറിയാം. അറബിക്കടൽ വരുന്നത് ഇവിടെയാണ്, അറബിക്കടൽ വരുന്നത് ഇവിടെയാണ്, അല്ലെ? അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് ഏകദേശം എത്താൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയെന്നല്ലടാ നോക്കുക. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തി. ഇത് തെറ്റാണെങ്കിൽ നേരെ നിങ്ങൾ മറ്റ് ഓപ്ഷൻ നോക്കാതെ താഴേക്ക് വരിക. അതിൽ നോക്കുക, ഇവിടെ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണം കട്ട് ചെയ്യാം. 1, 3, കാരണം 1 തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ 1 ശരിയല്ല, 1ഉം 3ഉം കട്ട് ചെയ്യാം. സിയിലും 1 വരുന്നുണ്ട്, 1ഉം 3ഉം കട്ട് ചെയ്യാം. എല്ലാം ശരിയാണ് കട്ട് ചെയ്ത്. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം കിട്ടി. 3ഉം 4ഉമാണ് ശരിയെന്ന്. 3ഉം 4ഉം മാത്രമാണ് ശരിയെന്ന ഉത്തരം കിട്ടി. അപ്പൊ 2ഉം ഓട്ടോമാറ്റിക് തെറ്റാണ് നമുക്ക് അറിയാൻ പറ്റി സാധിച്ചു. ഇങ്ങനെ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഒറ്റ പോയിന്റ്, അതായത് ഈ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അറിഞ്ഞിരിക്കുക, വെസ്റ്റും ഈസ്റ്റും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് വളരെ ഈസിയായി നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു. ഇനി നോക്കാം, നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതാ കൃത്യമായി തന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും രണ്ടായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതിൽ പടിഞ്ഞാറൻ തീരസമതലം നോക്കുക, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലമെന്നും കൊങ്കൺ തീരസമതലമെന്നും മലബാർ തീരസമതലമെന്നും മൂന്നായിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. നമ്മുടെ ഓപ്ഷനിൽ ഒന്നാമത്തെ ഇതായിരുന്നു, രണ്ടാമത്തെ വീതി കുറവെന്നതായിരുന്നു.
അല്ലെ? പടിഞ്ഞാറൻ തീരസമതലമായിരുന്നു അത്. അപ്പൊ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അത് പടിഞ്ഞാറൻ തീരസമതലമാണ്, കിഴക്കൻ അല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ മറ്റേ ഉത്തരത്തിലേക്ക് എത്തി. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇത്രയാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ, ഒന്നുകൂടെ നമുക്ക് അത് നോക്കി പോവാ. ഇത് കണ്ട, ഇതാണ് പടിഞ്ഞാറൻ തീരസമതലം. കണ്ട, അറബിക്കടൽ ഇവിടെ കണ്ട, അറബിക്കടൽ ഇവിടെയാണ് ഇങ്ങനെ എന്ത് വരുന്നത്, പശ്ചിമഘട്ടവും വരുന്നത്. അപ്പൊ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് എന്ത്, പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. എടാ ഏകദേശം ഇതാ ഈ ഒരു ഏരിയയിലാണ് റാൻ ഓഫ് കച്ച് വരുന്നത്. റാൻ ഓഫ് കച്ച് ഇങ്ങനെ ഇതാ ഇവിടെ മുതൽ എന്താണ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു എന്നുകൂടെ പറയുന്നുണ്ട്. നോക്ക്, കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് വീതി കുറവാണ്, താരതമ്യേന വീതി കുറവാണ്. എടാ ഇത് മൂന്നായിട്ട് ഗുജറാത്ത് തീരസമതലമെന്നും കൊങ്കൺ തീരസമതലമെന്നും മലബാർ തീരസമതലം എന്നും പറയുന്നുണ്ട്. അതുപോലെ കായലുകളും അഴിമുഖങ്ങളും കേരളത്തിൽ തന്നെ ഉദാഹരണമായി എടുത്താൽ എത്രയധികം കായലുകൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്, അത് ഉദാഹരണമായി എടുക്കാം. എടാ ഇനി കിഴക്കൻ തീരസമതലത്തേക്ക് വന്നാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടവും, ഇതാണ് ബംഗാൾ ഉൾക്കടൽ, ഇവിടെ പൂർവഘട്ടം. അങ്ങനെ ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ, എടാ നമ്മുടെ ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ എന്താണ്, കിഴക്കൻ തീരസമതലമുണ്ട്. എടാ താരതമ്യേന വീതി കൂടുതലാണ്, നമ്മൾ പറഞ്ഞു വീതി കൂടുതലാണ്. എടാ കോറമണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാർ തീരസമതലം എന്നും രണ്ടായിട്ട് കിഴക്കൻ തീരസമതലത്തെ തിരിച്ചിട്ടുണ്ട്. എടാ കോറമണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാർ തീരസമതലം എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ രൂപീകരണം, ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രദേശത്താണ് നമുക്കറിയാം സുന്ദർബൻസിലാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. എടാ ഈ പോയിന്റുകൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ മാപ്പും നിങ്ങളൊന്ന് പഠിച്ചു, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഇവിടെ ഉറപ്പിക്കാം, സ്കോർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. എടാ ഇനി നമുക്കൊന്ന് വിശദമായി നോക്കാം. എടാ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ ഗുജറാത്ത് തീരമെന്നും കൊങ്കൺ തീരമെന്നും മലബാർ തീരമെന്നും വേർതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ കിഴക്കൻ തീരസമുദ്രത്തെ കോറമണ്ടൽ തീരസമുദ്രം എന്നും വടക്കൻ സിർക്കാസ് എന്നും തിരിച്ചിട്ടുണ്ട്. എടാ നോക്കുക, ഈ മാപ്പിൽ നിങ്ങൾ നോക്കുക, കണ്ട ഇവിടെ നിങ്ങൾ കാണും, ഇതാണ് ഗുജറാത്ത് തീരസമതലം. എടാ ഇത് ഗുജറാത്ത് തീരസമതലം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ അത് കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് കൊങ്കൺ. എടാ അവിടുന്ന് താഴോട്ട് വന്നാൽ ഇവിടെ ഇങ്ങോട്ട് മലബാർ തീരസമതലം. ഇതാണ് ഏത്, പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം ഇവിടെ അറബിക്കടൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. എടാ ഇനി നിങ്ങൾ കിഴക്കൻ തീരസമതലത്തിലേക്ക് നോക്കുക. ഇത് കണ്ട, ഇവിടെ ഈ ബംഗാളിന്റെ ഏരിയ മുതൽ ഇതാ ഇവിടം വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്, വടക്കൻ സിർക്കാർസ്. ഏറ്റവും ആദ്യം ആ ഏരിയയിൽ വടക്കൻ സിർക്കാർസ് ആണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ തമിഴ്നാട് ഏരിയയിലേക്കാണ് എന്ത്, കോറമണ്ടൽ തീരസമതലം വരുന്നത്. അപ്പൊ അത് കൃത്യമായി പഠിച്ചു വെക്കുക. എടാ ഇത് കോറമണ്ടൽ തീരസമതലം, ഇത് വടക്കൻ സിർക്കാർ തീരസമതലം. അതെവിടെയാണ്, അത് കിഴക്കൻ തീരവും ഇത് പടിഞ്ഞാറൻ തീരവും എന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് പോവില്ല. നമ്മൾ പറഞ്ഞു റാൻ ഓഫ് കച്ച് മുതൽ ദാമൻ വരെയുള്ളത് ഏതാണ്, അത് ഗുജറാത്ത് തീരസമതലമാണ്. റാൻ ഓഫ് കച്ച് മുതൽ ദാമൻ വരെയുള്ളത് ആ തീരസമതലം ഗുജറാത്ത് തീരസമതലമാണ്. എടാ ദാമൻ മുതൽ ഗോവ വരെയുള്ള തീരസമതലമാണ് കൊങ്കൺ തീരസമതലം. എടാ കൊങ്കൺ തീരസമതലം. എടാ ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള തീരസമതലം മലബാർ തീരസമതലം എന്നറിയപ്പെടുന്നു. എടാ ഒന്നുകൂടെ നോക്കുക, നമ്മൾ പറഞ്ഞു കച്ച് മുതൽ എവിടെ വരെ, ദാമൻ വരെ, ദാമൻ ദ്വീപിന്റെ ദാമൻ വരെ എന്താണ്, അത് ഗുജറാത്ത് തീരസമതലമാണ്, ഗുജറാത്ത് തീരസമതലം. എടാ പിന്നീട് ദാമൻ മുതൽ ഗോവ വരെ, ദാമൻ മുതൽ എവിടെയാണ്, ഗോവ വരെ എന്താണ്, അത് കൊങ്കൺ തീരസമതലമായി, കൊങ്കൺ. പിന്നീട് ഗോവ മുതൽ കന്യാകുമാരി വരെ, ഗോവ മുതൽ കന്യാകുമാരി വരെ മലബാർ തീരസമതലം. നമ്മൾ പഠിച്ചു മലബാർ തീരസമതലമാണെന്ന്. ഓക്കെ, അത് മറന്നുപോയതെടാ, പ്രധാനപ്പെട്ടതാണ്. എടാ കായലുകൾ ഉൾപ്പെടെയുള്ള ഉൾനാടൻ ജലാശയങ്ങൾക്ക് പ്രസിദ്ധമായ തീരസമതലമാണ് മലബാർ തീരസമതലം. നമുക്ക് നമ്മുടെ ഉദാഹരണങ്ങൾ എടുത്താൽ മതിയടാ. ഗോവ മുതൽ ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ കായലുകളും ഉൾനാടൻ ജലാശയങ്ങളും ഉള്ളത്. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രസിദ്ധമായ തീരസമതലം ചോദിച്ചാൽ അത് മലബാർ തീരസമതലമാണ്. എടാ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന തീരസമതലം ചോദിച്ചാൽ അത് പടിഞ്ഞാറൻ തീരസമതലമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, അത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലവും
വടക്ക് കിഴക്കൻ മൺസൂൺ, കിഴക്കൻ തീരപ്രദേശവും രണ്ടും പഠിച്ചു വെക്കുക. ചോദിക്കും, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഭാഗമാണ്. എടാ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലും വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് കിഴക്കൻ തീരപ്രദേശത്തും ആണ് എന്ന് പഠിച്ചു വെച്ചേക്കുക. എടാ അടുത്തത്, എടാ വടക്ക് ഗംഗാ ഡെൽറ്റ മുതൽ, ഗംഗയുടെ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം. എടാ വടക്കേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് കിഴക്കൻ തീരപ്രദേശം. എടാ നോക്കുക, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഈ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്ന തീരപ്രദേശം ചോദിച്ചാൽ കിഴക്കൻ തീരപ്രദേശമാണ്. മറ്റൊരു പോയിന്റ്, എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കൊണ്ടതും ഡെൽറ്റകളാൽ സമ്പുഷ്ടമായതുമായ ഭൂപ്രദേശം ചോദിച്ചാൽ അത് കിഴക്കൻ തീരപ്രദേശമാണ്. എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കൊണ്ടതും ഡെൽറ്റകളാൽ സമ്പുഷ്ടമായതുമായ ഭൂപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം എന്ന് ഓർക്കുക. എടാ പടിഞ്ഞാറൻ തീരസമതലത്തെക്കാളും വിസ്തൃതമാണ് കിഴക്കൻ തീരസമതലം. നമ്മൾ പറഞ്ഞു താരതമ്യേന വീതി കൂടുതലാണ്. എടാ ഇനി അടുത്തത്, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ്വ തീരം എന്ന് പറയും. കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ്വ തീരം എന്ന് നമ്മൾ പറയും. ഇതെല്ലാം SRT പോയിന്റ് ആണ് കേട്ടോ. അടുത്തത്, എടാ കിഴക്കൻ തീരത്തിലുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖലയാണ് ബക്കിംഹാം കനാൽ എന്ന് പറയുന്നത്. എടാ കിഴക്കൻ തീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖല ചോദിച്ചാൽ അത് ബക്കിംഹാം കനാലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എടാ കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാടാ? അത് ചിൽക്ക. ഒഡീഷയിലുള്ള ചിൽക്കയാണ് കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം. കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ഏറ്റവും വലിയ തടാകം അത് ചിൽക്കയാണ് എന്ന് മനസ്സിലാക്കുക. എടാ കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖമാണ് വിശാഖപട്ടണം. കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖം അത് വിശാഖപട്ടണമാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി പോണേ. ഇനി എടാ ശ്രീഹരിക്കോട്ട ദ്വീപ്, നമുക്കറിയാം ശ്രീഹരിക്കോട്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ശ്രീഹരിക്കോട്ട ദ്വീപിനെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്നത് പുലിക്കെട്ട് തടാകമാണ്. ഏതാടാ? പുലിക്കെട്ട് തടാകം. ഓക്കെ, പുലിക്കെട്ട് തടാകമാണെന്ന് മനസ്സിലാക്കുക. എടാ നമ്മൾ പഠിച്ചിരിക്കുന്ന അതേ പോയിന്റ് തന്നെ കിഴക്കൻ തീരപ്രദേശത്തെ പ്രധാനമായും എത്രയായി തിരിച്ചിട്ടുണ്ടടാ? രണ്ടായി തിരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാർസ് തീരവുമാണ്. കോറമാൻഡലും വടക്കൻ സിർക്കാർസുമാണ് എന്ന് പഠിച്ചു വെക്കുക. നമ്മൾ ഓൾറെഡി മാപ്പ് വെച്ച് പഠിച്ചു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോയിന്റ് വൈസ് ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. എടാ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം. എടാ തമിഴ്നാടിന്റെ തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ ഇതാ ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ഏരിയ ഇങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ ഈ ഒരു ഏരിയ വരെ കിടക്കുന്നതാണ് എന്ത്? കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. എടാ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വിശാലമായിട്ട് പോകുന്നതാണ് എന്ത്? വടക്കൻ സിർക്കാർസ്. എടാ തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കിഴക്കൻ തീരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കോറമാൻഡൽ അല്ലെങ്കിൽ പയാൻഗട്ട് എന്നാണ്. എടാ പയാൻഗട്ട് എന്ന് പറഞ്ഞ് കണ്ടാലും അത് കോറമാൻഡലിന്റെ ഭാഗമാണെന്ന് എഴുതുക. എടാ തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കിഴക്കൻ തീരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പയാൻഗട്ട് അല്ലെങ്കിൽ കോറമാൻഡൽ എന്നാണ് എന്ന് മനസ്സിലാക്കുക. എടാ കോറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഫാൾസ് ഡെവി പോയിന്റ് എന്നാണ്. ഇവിടെ കോറമാൻഡൽ തീര സമതലം നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ വെച്ച് തീരും. അവിടുന്ന് അങ്ങോട്ട് എന്താണ്? വടക്കൻ സിർക്കാർസ് ആണ്. എടാ ഈ പിന്നെ കോറമണ്ഡൽ തീരസമതലം അതായത് നമ്മൾ ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഏരിയ ഇവിടെ തീരുന്ന ഒരു ഏരിയ ഉണ്ട്. എടാ ആ ഏരിയ അല്ലെങ്കിൽ ആ പ്രദേശം അറിയപ്പെടുന്നത് ഫാൾസ് ഡെവി പോയിന്റ് എന്നാണ്. ഫാൾസ് ഡെവി പോയിന്റ് ചോദിച്ചേക്കാം, അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം. എടാ ഈ കോറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ് കേട്ടാ. കോറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണ് എക്കൽ മണ്ണാണ്. എടാ കൃഷ്ണ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അതാണ് കോറമാൻഡൽ തീരം. കൃഷ്ണ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. അടുത്തത് എടാ ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് വടക്കൻ സിർക്കാർസ്.
സിക്കാർസ് അല്ല, സിർക്കാർസ്, വടക്കൻ സിർക്കാർസ്. അവിടെ ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് വടക്കൻ സിർക്കാർസ് എന്ന് പറയുന്നത്. എടാ ഒഡീഷയുടെ തീരപ്രദേശം ഉത്കൽ സമതലം എന്നാണ്. അതായത് ഉത്കലം എന്ന് പറഞ്ഞാൽ ഒഡീഷയാണ് പഴയ നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒഡീഷയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് ഉത്കൽ സമതലമാണ്. എടാ ഉത്കൽ സമതലം ഒഡീഷയുടെ തീരപ്രദേശമാണ് എന്ന് മനസ്സിലാക്കുക. എടാ അടുത്തത് മഹാനദി കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാർസ്. മഹാനദി, കൃഷ്ണ എന്നിവയുടെ, അതായത് കൃഷ്ണ കാവേരി എന്താണ്, അത് കോറമണ്ടലാണെങ്കിൽ മഹാനദിയും കൃഷ്ണയും കൂടി വരുന്നത് വടക്കൻ സിർക്കാർസ് ആണ് എന്ന് മനസ്സിലാക്കുക. എടാ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായി പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കൂടെ ഉറപ്പിച്ചു പോകാം, നഷ്ടമാവില്ല. പഠിച്ചാൽ കിടുക്കാച്ചിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ ആ 2 മാപ്പ് തന്നെ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എടാ ഇതിന്റെ PDF നമ്മൾ വേണമെങ്കിൽ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. എടാ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേടാ, വീഡിയോസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്ക്. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ബൈ.